തമിഴ്നാട് വിരുദുനഗറിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരിച്ചവരുടെ എണ്ണം 23ആയി. നിരവധി പേർക്ക് പരിക്ക്. തിരിച്ചലിനിടയിൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടായി. 10-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, ഈ ഒരു തെരച്ചിലിനിടയിൽ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 23ആയി എന്നതാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന വിവരം. അതിൽ തന്നെ ഈ തെരച്ചിലിനിടെ അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തെരച്ചിലിനിടെ ഇപ്പോൾ വീണ്ടും ഒരു പൊട്ടിക്കേറി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ ആളപായമില്ല. പക്ഷേ ഈ തെരച്ചിൽ വന്ന അഗ്നിശമന സേനാ പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ വിരുദറിലെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അന്ന് വൈകിട്ടോടെയായിരുന്നു വിരുദുനഗറിലെ പ്രധാനപ്പെട്ട പടക്ക നിർമ്മാണശാലയായിട്ടുള്ള വനജ ഫയർ വർക്കേഴ്സ് എന്ന പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് 30 തൊഴിലാളികളായിരുന്നു ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത്. അതിലിപ്പോൾ 23 പേരുടെ 23 പേരുടെ മരണമാണ് ഇപ്പോൾ ഭരണകൂടം സ്ഥിരീകരിക്കുന്നത്. ഇതിൽ 6 പേർ വിരുദറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഈ ഗോവിന്ദനല്ലൂർ സ്വദേശി മുത്തുമാണിക്യത്തിന്റെ ഉടമസ്ഥതയിലുള്ള വനജ ഫയർ വർക്കേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ഇതുപോലെ അപകടം ഉണ്ടായത്. തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണശാലയിൽ അല്ലെങ്കിൽ മേഖല പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് വിരുദുനഗറിൽ പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പടക്കം നിർമ്മിക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത് അല്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ഈ 4 മുറികൾ പൂർണ്ണമായും കത്തി നശിച്ച ഒരു അവസ്ഥയിലായിരുന്നു. ആദ്യ 1 മണിക്കൂറിൽ ഈ അപകടം നടന്ന് 1 മണിക്കൂർ ശേഷമായിരുന്നു അഗ്നിശമന സേനാ പ്രവർത്തകർക്ക് ഇതിലെ തീ അണക്കാൻ സാധിച്ചത്. തുടർന്ന് നടത്തിയ തെരച്ചിൽ ഈ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലും ഈ പടക്കത്തിന്റെ മറ്റ് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നുമാണ് മൃതദേഹങ്ങൾ പ്രവർത്തകർ കണ്ടെടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ഇനി 6 പേരാണ് ഗുരുതരാവസ്ഥയിൽ വിരുദറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക് ഈ പരിക്കേറ്റവരുടെ ചികിത്സയിലുള്ളവരുടെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഏകോപിക്കാൻ 2 മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെ ചികിത്സയിലുള്ള 2 പേരുടെ കാര്യങ്ങൾ ആരായാൻ വ്യക്തമാക്കാനും മറ്റു കാര്യങ്ങൾക്കായി ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 4 മുറികളായിരുന്നു പൂർണ്ണമായും തകർന്നത്. അതിൽ തന്നെ 30 പ്രവർത്തകരിൽ 23 പേർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഈ 4 മുറികളിൽ ജോലി ചെയ്ത 23 പേരാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം. 6 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ചേച്ചിയമ്മാൾ, ശാരദ, പഞ്ചവർണ്ണൻ, വീരഭദ്രൻ, അരുൺകുമാർ, കതിരേഷ് തുടങ്ങിയ 14 വയസ്സുള്ള കതിരേഷ് തുടങ്ങിയ 6 പേരാണ് വിദൂരിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത്. അതേസമയം തന്നെ ഞായറാഴ്ച അവധി ദിവസമായതുകൊണ്ട് തന്നെ ഈ പടക്ക നിർമ്മാണശാല പ്രവർത്തിക്കണമെങ്കിൽ പ്രാദേശിക ഭരണകൂടത്തിന്റെ അനുമതി തേടേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ അനുമതി തേടിയോ എന്നതെല്ലാം ഇനി പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്നാലും തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണ മേഖലയായിട്ടുള്ള പ്രധാനപ്പെട്ട മേഖലയായിട്ടുള്ള വിരുദുനഗറിലെ സ്ഫോടനത്തിൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 23 എന്ന് സ്ഥിരീകരിക്കുകയാണ് ഭരണകൂടം. ദീപ്തി, ശരി. തമിഴ്നാട് വിരുദുനഗറിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 23 ആയിരിക്കുകയാണ്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തിരച്ചിലിനിടെ വീണ്ടും പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 10-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് ലഭിക്കുന്ന വിവരം. രാജേഷ് ശ്രീനിവാസ്